നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തോരടങ്ങലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തോരടങ്ങലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, ആറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇത് ഹഖാ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, ആറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇതു ഹഖാ. ഹഖാണേ കരഞ്ഞതു ഒരു ഇന്ത മരത്തിൻ തടിയാ. അഷ്റഫുൽ ഖൽഖെന്ന് ഖുതുബക്ക് ചരിയതറിയാം. ഹഖാണേ കരഞ്ഞതു ഒരു ഇന്ത മരത്തിൻ തടിയാ. അഷ്റഫുൽ ഖൽഖെന്ന് ഖുതുബക്ക് ചരിയതറിയാം. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. തടിയതിൽ ചാരി റസൂലിനു ഖുതുബ, തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. തർലാറ്റൽ നബിയോടൊരത്തുള്ള വാക്ക. തടിയതിൽ ചാരി റസൂലിനു ഖുതുബ, തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. തർലാറ്റൽ നബിയോടൊരത്തുള്ള വാക്ക. വാക്കാണേ എനി മകനൊരു നജാറാണ് റസൂലേ. അവിടുത്തെ കൊരു മിമ്പറനെ മകൻ തരും പൊന്നൂലേ. വാക്കാണേ എനി മകനൊരു നജാറാണ് റസൂലേ. അവിടുത്തെ കൊരു മിമ്പറനെ മകൻ തരും പൊന്നൂലേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി. തർലാറ്റൽ അതിൽ കയറി ഖുതുബയിൽ മുഴുകി. പഴയ അനഹിൽ തടി പൂറം തന്നിൽ പൂകി. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി. തർലാറ്റൽ അതിൽ കയറി ഖുതുബയിൽ മുഴുകി. പഴയ അനഹൽ തടി പൂറം തന്നിൽ പൂകി. പൂകിയ സമയം തൊട്ടിന്ത മരം വിതുമ്പിടുന്നേ. മൂസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. പൂകിയ സമയം തൊട്ടിന്ത മരം വിതുമ്പിടുന്നേ. മൂസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി. ഖൽബ് പിടഞ്ഞ് സ്വഹാബും വഴങ്ങി. നഹ്ല് പുണർന്നു മാറിലൊതുങ്ങി. ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി. ഖൽബ് പിടഞ്ഞ് സ്വഹാബും വഴങ്ങി. നഹ്ല് പുണർന്നു മാറിലൊതുങ്ങി. ശറഫുറ്റോർ മരത്തിന്റെ തടിമറിൽ അമർത്തി വെച്ചേ.
സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ ഷറഫുറ്റോർ മരത്തിന്റെ തടിമറിൽ അമർത്തി വെച്ചേ സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു അത് കേട്ട സ്വഹാബത്തോരടങ്ങലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നു